സിജിയാണ് കേട്ടോ. കൊലസൻ കിച്ചന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ ആകാശത്തൊക്കെ നിറയെ തിളങ്ങുന്ന ഗോൾഡൻ നിറങ്ങളിലുള്ള നക്ഷത്രങ്ങൾ കാണാറുണ്ട് അല്ലേ? അതുപോലെ നമ്മുടെ ഗാർഡനിൽ നല്ല പച്ചപ്പോടുകൂടി നിറഞ്ഞു നിൽക്കുന്ന നക്ഷത്രങ്ങളെ കൊണ്ടുവന്നാലോ? അതിമനോഹരമായ സ്റ്റാർസുകൾ കൊണ്ട് നിറഞ്ഞ സ്റ്റാർ ലീഫ് ബിഗോണിയ. ഇപ്പൊ ഇതാണ് നമ്മുടെ സ്റ്റാർ ലീഫ് പ്ലാന്റ്, അതായത് സ്റ്റാർ ലീഫ് ബിഗോണിയ. ഓരോ ലീഫിനെയും നമ്മൾ എടുത്തു നോക്കിയാൽ നമുക്ക് മനസ്സിലാവും ഓരോ ലീഫിനും സ്റ്റാർസിന്റെ പോലത്തെ സ്ട്രക്ചറാണ്. അതുകൊണ്ടാവാം ഒരു പക്ഷേ ഇതിന് സ്റ്റാർ ലീഫ് ബിഗോണിയ എന്ന് വിളിക്കുന്നത്. ഹെരാക്ലിഫോളിയ എന്നുള്ളതാണ് ഈ ഒരു പ്ലാന്റിന്റെ സയന്റിഫിക് നെയിം. ബിഗോണിയേസേ എന്നുള്ള ഫാമിലിയിൽപ്പെട്ടതാണ് ഈ പ്ലാന്റ്. നേറ്റീവ് പ്ലേസ് മെക്സിക്കോയാണ്. അപ്പൊ നമ്മൾ പൊതുവെ ബിഗോണിയാസ് പലതരത്തിലുണ്ട്. റെക്സ് ബിഗോണിയ, കെയിൻ ബിഗോണിയ, വാക്സ് ബിഗോണിയ, അങ്ങനെ പലതരത്തിലുണ്ട്. കെയിൻ ബിഗോണിയ എന്ന് പറയുന്നത് അത്യാവശ്യം നല്ല ഹൈറ്റിൽ പോണ പ്ലാന്റ് ആണ് കെയിൻ ബിഗോണിയ. ഇത് റെക്സ് ബിഗോണിയ ഫാമിലിയിൽപ്പെട്ടതാണ്. റെക്സ് ബിഗോണിയ എന്ന് പറഞ്ഞാൽ വളരെ ബുഷിയായി നമ്മുടെ പോട്ടിലേക്ക് ബുഷിയായിട്ട് നിൽക്കുന്ന പ്ലാന്റ് ആണ് റെക്സ് ബിഗോണിയ വരുന്നത്. പിന്നെ വാക്സ് ബിഗോണിയ എന്ന് പറയുമ്പോൾ നമുക്കറിയാം നിറയെ ലീഫൊക്കെ ഒരു വാക്സി കോട്ടിങ്ങോടുകൂടി എന്നിട്ട് എപ്പോഴും പൂക്കൾ കാണുന്ന പ്ലാന്റ് ആണ് വാക്സ് ബിഗോണിയ. റെക്സ് ബിഗോണിയയിൽ പൂക്കൾ ഉണ്ടാകുന്നതിന്റെ വളരെ കുറവാണ്. എന്നാൽ കെയിൻ ബിഗോണിയാസിന് നിറയെ പൂക്കൾ ഉണ്ടാകാറുണ്ട്. അപ്പോൾ നമുക്ക് ഈ പ്ലാന്റിനെ കുറിച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് ലീഫിന്റെയും പെറ്റിയോൾസിന്റെയും പോട്ടിമിക്സിന്റെയും വാട്ടറിങ്ങിന്റെയും കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽഡ് ആയിട്ട് അറിയാം. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കണ്ട. ഇനി നിങ്ങൾ ആ ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്ത് വെക്കുകയാണെങ്കിൽ നമ്മൾ ഇടുന്ന വീഡിയോ അപ്പോൾ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതുമായിരിക്കും. അപ്പോൾ നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് വീഡിയോയിലേക്ക് തന്നെ പോകാം. അപ്പോ ഇതാണ് നമ്മുടെ അതിസുന്ദരിയായ സ്റ്റാർ ലീഫ് ബിഗോണിയ. സ്റ്റാർ ലീഫ് ബിഗോണിയ എന്ന പേരുള്ളത് തന്നെ നമുക്ക് നോക്കിയാൽ മനസ്സിലാവുന്ന ഈ ഒരു പാറ്റേൺ സ്റ്റാർസിന്റെ പോലുള്ള ഈ ഒരു സ്ട്രക്ചർ ഉള്ളത് കൊണ്ടാണ് ഇതിനെ സ്റ്റാർ ലീഫ് ബിഗോണിയ എന്ന് വിളിക്കുന്നത്. അപ്പോൾ കണ്ടില്ലേ, ഇതൊരു അത്യാവശ്യം വലിയ ലീഫോട് കൂടി സ്റ്റാർ ലീഫ് ബിഗോണിയ ഉണ്ടാകുന്നത്. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് കുറച്ച് ട്രിക്സുകളും ടിപ്സുകളും ഒക്കെ ഉണ്ട്. അപ്പോൾ പൊതുവേ നമ്മൾ റെക്സ് ബിഗോണിയ ഉണ്ടെന്ന് പറഞ്ഞു, അതേപോലെ കെയിൻ ബിഗോണിയാസും വാക്സ് ബിഗോണിയാസും ഉണ്ടെന്ന് പറഞ്ഞു. റെക്സ് ബിഗോണിയാസിലൊക്കെ നമ്മൾ വളരെ അടുത്ത് വെച്ച് നോക്കിയാൽ നമുക്ക് മനസ്സിലാവും ഇതിലെല്ലാം ഒരു ഹെയർ, ലീഫിന്റെ ടോപ്പിലെല്ലാം ഒരു ഹെയറി സ്ട്രക്ചർ കാണാൻ കഴിയും. അതിൽ ഇതിലെല്ലാം ഒരു ഹെയറി സ്ട്രക്ചർ നമുക്ക് കാണാൻ സാധിക്കും. അതേപോലെ ഇതിന്റെ ബാക്ക് സൈഡിലും നമുക്ക് ആ ഒരു ഹെയർ കാണാൻ കഴിയും. മാത്രമല്ല ഇതിന്റെ സ്റ്റെമ്മുകൾ നോക്കുകയാണെങ്കിലും അതിലും ഒക്കെ ഒരു മുള്ള് പോലെ, ഇതുപോലെ കുഞ്ഞു മുള്ളുകൾ പോലെ കാണാൻ കഴിയും. ഇതാണ് റെക്സ് ബിഗോണിയാസിന്റെ പ്രത്യേകത. പക്ഷെ വാക്സ് ബിഗോണിയാസിന്റെ സ്റ്റെമ്മുകളും പെറ്റിയോൾസും ഒക്കെ വളരെ സ്മൂത്ത് ആയിരിക്കും. അതെ, ഇതിപ്പോ നമ്മൾ നോക്കിയാൽ ഇതൊരു കെയിൻ ബിഗോണിയാണ്. അപ്പൊ കെയിൻ ബിഗോണിയാസിന്റെ സ്റ്റെമ്മ് പെറ്റിയോൾസും വളരെ ചെറുതാണ്. മാത്രമല്ല ഇതിൽ എപ്പോഴും പൂക്കൾ, നല്ല ഭംഗിയുള്ള പൂക്കളും ഉണ്ടാകും. ഇതിന്റെ സ്റ്റെമ്മുകളെല്ലാം വളരെ സോഫ്റ്റുമാണ്. നമ്മൾ റെക്സ് ബിഗോണിയയിൽ നിന്ന് ഒരുപാട് വ്യത്യാസമുണ്ട് ഈ കെയിൻ ബിഗോണിയാസ്. മാത്രമല്ല കെയിൻ ബിഗോൺസ് അത്യാവശ്യം നല്ല ഹൈറ്റ് വളരുകയും ചെയ്യും. ബിഗോണിയാസ് ഒന്നും തന്നെ ഒരുപാട് വെള്ളം ഇഷ്ടപ്പെടുന്ന പ്ലാന്റ് അല്ല. വെള്ളം കൂടിപ്പോയാൽ ഈ പ്ലാന്റുകളെല്ലാം നശിച്ചു പോകും. അതുകൊണ്ട് തന്നെ ഒരുപാട് ഈർപ്പം ഈ പ്ലാന്റുകളിൽ നിൽക്കാനും പാടില്ല. അപ്പോൾ നമ്മൾ വെള്ളം ഒഴിക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ബിഗോണിയ പ്ലാന്റുകൾ ഒരുപാട് പല പല വെറൈറ്റികളിലുള്ള ലീഫോട് കൂടിയവയുണ്ട്, പല പല കളറുകളിലുള്ള ലീഫോട് കൂടിയവയും ഒക്കെയുണ്ട്. അപ്പോൾ ആ ഒരു ലീഫിനൊക്കെ കറക്റ്റ് എക്സാക്ട് സ്ട്രക്ചറും ആ ഒരു കളറും ഒക്കെ കയറി വരണമെങ്കിൽ നമുക്കിതിനെ ഇൻഡയറക്റ്റ് ആയിട്ടുള്ള നല്ലൊരു ബ്രൈറ്റ് ലൈറ്റ് ഈ പ്ലാന്റിന് വേണം. എങ്കിൽ മാത്രമേ ആ ലീഫുകൾക്കൊക്കെ എക്സാക്ട് ആ ഒരു സ്ട്രക്ചറും അതിന്റെ ആ ഒരു കളറും ഒക്കെ കയറി വരികയുള്ളൂ. അപ്പോൾ ഇൻഡയറക്റ്റ് സൺലൈറ്റിൽ വളരെ ഭംഗിയിൽ വളരുന്ന ഒരു ചെടിയാണ് ഈ ബിഗോണിയാസ്. ബിഗോണിയാസ് എല്ലാം തന്നെ വളർത്താൻ നമ്മൾ അധികം ശ്രദ്ധിക്കുകയും വേണം. വെള്ളം കെട്ടി നിൽക്കാൻ ഒട്ടും തന്നെ പാടില്ല. പിന്നെ പോട്ടി മിക്സിന്റെ കാര്യം നമ്മൾ എടുക്കുകയാണെങ്കിൽ പോട്ടി മിക്സ് നല്ല ലൂസ് ആയിട്ടുള്ള ഒരു പോട്ടി മിക്സ് വേണം നമ്മൾ ഈ പ്ലാന്റിന് നൽകേണ്ടത്. അല്ലെങ്കിൽ അവിടെ വെള്ളം കെട്ടി നിന്ന് ഈ പ്ലാന്റ് പെട്ടെന്ന് നശിച്ചു പോകുകയും ചെയ്യും. പോട്ടി മിക്സ് എടുക്കുമ്പോൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇതിലൊരു കാരണവശാലും ഇതിന്റെ പോട്ടി മിക്സിൽ ഈർപ്പം തങ്ങി നിൽക്കാൻ പാടില്ല. അതുകൊണ്ട് തന്നെ പോട്ടി മിക്സ് എടുക്കുമ്പോൾ നമ്മൾ കൊക്കോപിറ്റിന്റെ അളവ് ഒരുപാട് കുറയ്ക്കണം, അല്ലെങ്കിൽ കൊക്കോപിറ്റ് ഒഴിവാക്കുന്നത് നല്ലതായിരിക്കും. മണലിൽ മാത്രം നടുന്നതായിരിക്കും നല്ലത്. കാരണം അത്യാവശ്യം നല്ല ഒരു ഹെൽത്തി ബിഗ് പ്ലാന്റ് ആയതിനു ശേഷം മാത്രമേ നമ്മൾ ഈ പ്ലാന്റിന് എന്തെങ്കിലും ചാണകപ്പൊടിയോ അല്ലെങ്കിൽ കമ്പോസ്റ്റോ ഒക്കെ കൊടുക്കാൻ പാടുള്ളൂ. അല്ലെങ്കിൽ ഈ പ്ലാന്റ് പെട്ടെന്ന് ചീഞ്ഞു പോകുകയും ചെയ്യും.
പിന്നെ നമുക്ക് എങ്ങനെ ഈ പ്ലാന്റിന് വെള്ളം ആവശ്യമാണ് എന്ന് മനസ്സിലാക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഈ പെറ്റ്യൂൾസുകളെല്ലാം തന്നെ തളർന്ന് ചാഞ്ഞ് ഇത് ഈ പോട്ടിന്റെ വെളിയിലായിട്ട് ഇങ്ങനെ ചാഞ്ഞ് കിടക്കും. ആ സമയം നമുക്ക് മനസ്സിലാവും പോട്ടിംഗ് മിക്സിൽ നന്നായിട്ട് വെള്ളം കുറവായിട്ടുണ്ട്, പ്ലാന്റിന് വെള്ളത്തിന്റെ ആവശ്യമുണ്ടെന്ന് മനസ്സിലാവും. ആ ഒരു സമയത്ത് നമ്മൾ വെള്ളം കൊടുക്കുകയാണെങ്കിൽ ആ തളർന്ന് കിടക്കുന്ന ലീഫുകളെല്ലാം ഇതേപോലെ ഉയർന്ന് നല്ല ഭംഗിയിലായിട്ടുള്ളൂ. അപ്പോൾ അങ്ങനെ വെള്ളം ആവശ്യമുള്ളപ്പോൾ മാത്രം നമ്മൾ ഈ ഒരു പ്ലാന്റിന് വെള്ളം കൊടുക്കുക. പിന്നെ ഇതിന്റെ ഒരു പെസ്റ്റിന്റെ ആക്രമണം നോക്കുകയാണെങ്കിൽ ഇതിലൊക്കെ ലീഫുകളിലൊക്കെ ഇടയ്ക്ക് അവിടെയും ഇവിടെയും ആയിട്ടൊക്കെ കുഞ്ഞ് പൊടി പോലെയൊക്കെ കാണും. കൂടാതെ മിലി ബഗ്സിന്റെ ആക്രമണവും ഒക്കെ ഉണ്ടാവും. അങ്ങനെയൊക്കെ ഉണ്ടാകുകയാണെങ്കിൽ നമ്മൾ ഈ പ്ലാന്റിന് നീം ഓയിൽ 5 ml 1 ലിറ്റർ വെള്ളത്തിൽ കലക്കി നമുക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കാം. ആ ഒരു ആക്രമണം, പെറ്റ്സിന്റെ ആക്രമണം പോകുന്നത് വരെ നമുക്കിതിനെ ആഴ്ചയിൽ ഒരിക്കലോ അല്ലെങ്കിൽ 2 ദിവസം ഇടവിട്ടോ ഒക്കെ നമുക്കിതിന് സ്പ്രേ ചെയ്ത് കൊടുക്കുകയാണെങ്കിലും ഈ മിലി ബഗ്സിന്റെയും അതുപോലുള്ള കുഞ്ഞു കുഞ്ഞു പ്രാണികളുടെയും ആക്രമണത്തെ നമുക്ക് തടയാൻ സാധിക്കും. ഈ പ്ലാന്റിന്റെ ലീഫുകളൊക്കെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിച്ചില്ലെങ്കിൽ ഇതുപോലെ ലീഫുകളൊക്കെ കേടാവും. നമ്മൾ ഹാൻഡിൽ ചെയ്യുന്ന വിധം ശരിയല്ലെങ്കിൽ കൂടിയും ഈ ലീഫുകളൊക്കെ ഇതുപോലെ പെട്ടെന്ന് ഒടിഞ്ഞു പോകും. അതുകൊണ്ട് നമ്മൾ ഈ പോട്ടൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മാറ്റി വെക്കുമ്പോഴൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പോൾ ഞാൻ അധികം കെയർ ചെയ്യാതെ ഇതിനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഒന്ന് മാറ്റിയും തിരിച്ചുമൊക്കെ വെച്ചതിന്റെ ഫലമായിട്ട് ഈ 1-2 ലീഫുകളൊക്കെ കേടായി പോയിട്ടുണ്ട്, കണ്ടില്ലേ. അപ്പോൾ നിങ്ങൾ അത് മാറ്റി വെക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഈ ലീഫിന്റെ ഈ ഒരു പെറ്റ്യൂൾസുകളൊക്കെ അധികം കട്ടിയുള്ളവയല്ല, അതായത് പെട്ടെന്ന് ഒടിഞ്ഞു പോകും, പെട്ടെന്ന് ഒടിയുന്ന തരത്തിലുള്ള പെറ്റ്യൂൾസുകളാണ് ഇത്. അപ്പോൾ നമ്മൾ ഇതിനെ ഹാൻഡിൽ ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുകയും വേണം. പിന്നെ ഇത്രത്തോളം വലിയ ലീഫൊക്കെ ആയിട്ട് ഇപ്പോൾ അതിൻ്റെ കൈ വെച്ചാൽ തന്നെ മനസ്സിലാവും അതിലും വലിയ ലീഫാണ് ഈ ഒരു പ്ലാന്റിന്റെ ലീഫൊക്കെ വന്നിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ വരണമെങ്കിൽ നമ്മൾ ചെയ്യേണ്ടത് ഇതിനെ ആദ്യം നമ്മൾ ഒരു പോട്ടിൽ നട്ട് കൊടുക്കില്ലേ, ആ പോട്ട് ഇതുപോലെ തിങ്ങി നിറയും. ഇതാ ഇപ്പോൾ ഇവിടെ നോക്കിയാൽ മനസ്സിലാവും, ഇതാ ഇവിടെ എല്ലാം തിക്കായിട്ട് വളർന്നു വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി കുറച്ച് ഭാഗം കൂടിയേ നിറയാനുള്ളൂ. അപ്പോൾ അങ്ങനെ ഫുള്ളായിട്ട് നിറയുന്ന സമയത്ത് നമ്മൾ അതിലും വലിയൊരു പോട്ടിലോട്ട് ഇതിനെ ഫുള്ളായിട്ട് ഇളക്കി മാറ്റി കൊടുക്കണം. അങ്ങനെ ഇതിപ്പോൾ എൻ്റെ 3ാമത്തെ സൈസിലെ പോട്ടാണ്. അപ്പോൾ ഇതിപ്പോൾ ഒരു 10 ഇഞ്ച് പോട്ടിലാണ് ഇരിക്കുന്നത്. അപ്പോൾ ഇതിലും വലിയ പോട്ടിലോട്ട് നമ്മൾ ഇനി അടുത്തതായിട്ട് ഇതിനെ മാറ്റി കൊടുക്കണം. അങ്ങനെ നമ്മൾ മാറ്റി കൊടുക്കുന്നതിനനുസരിച്ച് ഈ ലീഫുകളെല്ലാം വലിയ സ്ട്രക്ചറിലോട്ട് വളർന്നു വരും. കണ്ടില്ലേ, വലിയ ലീഫുകളായിട്ട് വരും. അപ്പോൾ നമ്മൾ കുഞ്ഞു പോട്ടിലാണ് വെക്കുന്നതെങ്കിൽ ലീഫ് വളരെ കുഞ്ഞായിരിക്കും. അപ്പോൾ വലിയ വലിയ പോട്ടുകളിലോട്ട് വളരുന്നതിനനുസരിച്ച് നമ്മൾ മാറ്റി കൊടുക്കുകയാണെങ്കിൽ ലീഫുകൾ വളരെ വലുതായിട്ട് വരികയും ചെയ്യും. പിന്നെ നന്നായിട്ട് വളർന്നതിന് ശേഷം മാത്രം നമുക്ക് മാസത്തിൽ ഒരിക്കലോ മറ്റോ ഉണങ്ങിയ ചാണകപ്പൊടിയോ അല്ലെങ്കിൽ കമ്പോസ്റ്റോ ഇട്ട് കൊടുത്താലും ലീഫുകൾ ഇതുപോലെ വലുതായി വരും. പക്ഷേ ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കണം, ഈ കമ്പോസ്റ്റും അതേപോലെ ഉണങ്ങിയ ചാണകമൊക്കെ ഇട്ട് കൊടുക്കുന്നത് ഓവറാകാൻ പാടില്ല. ഓവറായാലും ഈ പ്ലാന്റിന്റെ ഇലകളൊക്കെ അഴുകി നശിച്ചു പോകും. പിന്നെ ഈ പ്ലാന്റിന്റെ പ്രൊപ്പഗേഷനും വളരെ സിമ്പിളാണ്. ഒന്നുകിൽ നമുക്ക് ലീഫിനെ കട്ട് ചെയ്ത് കുത്തിക്കൊടുത്ത് നമുക്ക് പ്രൊപ്പഗേറ്റ് ചെയ്ത്, അതായത് ഈ ലീഫിനെ നമുക്ക് ഇവിടെ വെച്ച് കട്ട് ചെയ്ത് വെള്ളത്തിലിട്ട് നമുക്ക് പ്രൊപ്പഗേറ്റ് ചെയ്യാം. അല്ലെങ്കിൽ നമുക്ക് ഇവിടെ വെച്ച് കട്ട് ചെയ്ത് ഇതിനെ മണ്ണിൽ കുത്തിക്കൊടുത്ത് പ്രൊപ്പഗേറ്റ് ചെയ്യാം. അല്ലെങ്കിൽ ഇത് ചരിയാതെ വെച്ച് കൊടുത്തിട്ട് ഇതാ ഇവിടെയൊക്കെ കുറച്ച് മണ്ണിട്ട് കൊടുത്ത് അങ്ങനെ നമുക്ക് പ്രൊപ്പഗേറ്റ് ചെയ്യാം. അല്ലെങ്കിൽ നമുക്ക് സ്റ്റെമ്മിൽ നിന്ന് ഇവിടെ നിന്ന് ഏതെങ്കിലും ഒരു പാർട്ട് കട്ട് ചെയ്ത് വെച്ചും നമുക്ക് ഈ പ്ലാന്റിനെ വളരെ എളുപ്പത്തിൽ പ്രൊപ്പഗേറ്റ് ചെയ്തെടുക്കാവുന്നതാണ്. ഇതങ്ങനെ സ്റ്റെമ്മോടുകൂടി കട്ട് ചെയ്ത് വെച്ച ഒരു പ്ലാന്റ് ആണ്. ഇതാ ഇപ്പോൾ പുതിയ ലീഫുകളൊക്കെ വന്ന് ഒരു കുഞ്ഞൊരു സ്റ്റെം കട്ടിങ്സ് എടുത്ത് ഇതിലോട്ട് വെച്ച് കൊടുത്തതാണ്. ഇപ്പം എന്താ നിറയെ പുതിയ ലീവ്സുകളൊക്കെ വന്നിട്ടുണ്ട്. അപ്പൊ ഇതിപ്പോ ഒരു ചെറിയ ഒരു പോട്ടിലാണ് ഇരിക്കുന്നത്. പിന്നെ നമ്മൾ ഈ സ്റ്റെംസുകൾ എടുത്ത് നടുമ്പോൾ നമുക്ക് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇതിന്റെ ഈ ഫുൾ ഭാഗത്ത് നിറയെ നമ്മൾ മണ്ണിട്ട് കൊടുക്കാൻ പാടില്ല. ഇതിന്റെ ഈ ഭാഗം, അതായത് ഇതിന്റെ ഈ ഭാഗം മുകളിലായിട്ട്, മണ്ണിന്റെ മുകളിലായിട്ട് വേണം ഇരിക്കേണ്ടത്. ഇവിടെ നമ്മൾ മണ്ണിട്ട് കൊടുക്കാൻ പാടില്ല. കാരണം ഇവിടെ നിന്നാണ് പുതിയ പുതിയ ലീഫുകളൊക്കെ വരുന്നത്. അപ്പൊ അവിടെ മണ്ണിട്ട് കൊടുത്താൽ ഇതായിരിക്കും. അപ്പൊ അത് അത്യാവശ്യം ഒന്നുകിൽ നമ്മൾ മണ്ണിൽ കുറച്ച് പൊക്കി വെക്കണം. മണ്ണിട്ടിട്ട് ആ സെന്റർ ഭാഗം കുറച്ച് പൊക്കി വെച്ചിട്ട് അവിടോട്ട് ഇതിനെ ഒന്ന് വെച്ച് കൊടുക്കാം. അല്ലെങ്കിൽ ഇതിന്റെ ഈ ഭാഗത്തുള്ള മണ്ണിനെ നമ്മൾ മാറ്റി കൊടുത്തിട്ട് ആ സ്റ്റെമ്മ് ഉയരത്തിൽ വരത്തക്ക രീതി വെക്കണം. കണ്ടില്ലേ, ഇവിടെ നിന്നൊക്കെ പുതിയ ലീഫ് പൊടിച്ചു വരുന്നുണ്ട്. ഈ സ്റ്റെം പാർട്ട് നമ്മൾ ഉയർത്തി വെക്കണം. അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ വെച്ച് കൊടുക്കാം. ഇങ്ങനെ ഉയർത്തി വെച്ച് കൊടുത്താലും അതവിടെ നിന്ന് നിറയെ ലീഫുകൾ വരും. അപ്പോൾ മണ്ണിൽ ഈ ഒരു പാർട്ട് പൊങ്ങിയിരിക്കാൻ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പോൾ ഈ നന്നായിട്ട് മെച്ചറായിട്ടുള്ള ലീഫ് കട്ടിങ്സ് എടുത്ത് വേണം നമ്മൾ ലീഫ് പ്രൊപ്പഗേറ്റ് ചെയ്യാൻ വെക്കേണ്ടത്, അല്ലെങ്കിൽ അത് അഴുകിപ്പോകും. അപ്പോൾ നന്നായിട്ട് മെച്ചറായിട്ടുള്ള, അപ്പോൾ ഇതിൻ്റെയൊക്കെ ഒരു ലീഫ് കേട് വന്നാലും ഇങ്ങനത്തെ ലീഫുകൾ എടുത്തും നമുക്ക് പ്രൊപ്പഗേഷന് വേണ്ടി വെക്കാം. ഇവിടെ നിന്ന് കട്ട് ചെയ്ത് വെക്കാം, അല്ലെങ്കിൽ ഇവിടെ നിന്ന് കട്ട് ചെയ്ത് വെച്ചാൽ എന്താ ഇവിടെ കുഞ്ഞു റൂട്ടിൻ്റെ മുകുളങ്ങളുണ്ട്. അതാ ഇവിടെ നോക്കിയാൽ നമുക്ക് മനസ്സിലാവും കുഞ്ഞു റൂട്ട് മുകുളങ്ങളുണ്ട്. അപ്പോൾ അതിനെ എടുത്ത് നമ്മൾ മണ്ണിലോട്ട് കുത്തി കൊടുത്താലും അവിടെ നിന്നും പൊടിച്ച് വരും. ഇല്ലെങ്കിൽ നമ്മളിതിനെ കട്ട് ചെയ്ത് വെള്ളത്തിലിട്ട് വെച്ചാലും റൂട്ട്സ് ഒക്കെ വരും.
റൂട്ട്സ് വന്നതിന് ശേഷം നമുക്കെടുത്ത് മണ്ണിലോട്ട് നട്ടു കൊടുക്കാവുന്നതാണ്. ഈ സ്റ്റാർ ലീഫ് ബിഗോണിയയിൽ പൂക്കളും ഉണ്ടാകാറുണ്ട്. ചില സ്റ്റാർ ലീഫ് ബിഗോണിയയിൽ പിങ്ക് കളറിലുള്ള പൂക്കളും ചിലതിൽ വൈറ്റ് കളറിലുള്ള പൂക്കളുമാണ് ഉണ്ടാകുന്നത്. അതായത് നമ്മുടെ ബിഗോണിയയിൽ ഉണ്ടാകുന്ന സെയിം തരത്തിലുള്ള പൂക്കൾ തന്നെയാണ്. വളരെ അപൂർവമായി മാത്രമാണ് ഈ പ്ലാന്റിൽ ഇങ്ങനെ പൂക്കൾ ഉണ്ടാകുന്നത്. അപ്പൊ നമ്മുടെ സ്റ്റാർ ലീഫ് ബിഗോണിയ വളർത്താനുള്ള ട്രിക്സും ടിപ്സും ഒക്കെ എല്ലാവർക്കും മനസ്സിലായില്ലേ? അപ്പൊ ഈ ഒരു സ്റ്റാർ ലീഫ് ബിഗോണിയ വളർത്താൻ പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ടത് ഇത്രമാത്രം: നേരിട്ടുള്ള സൂര്യപ്രകാശത്തിൽ ഈ ഒരു പ്ലാന്റ് വെക്കാൻ പാടില്ല. എന്നാൽ ഇൻഡയറക്റ്റ് സൺലൈറ്റിൽ നല്ലൊരു ബ്രൈറ്റ് ലൈറ്റ് കിട്ടുന്നിടത്ത് മാത്രമേ ഈ പ്ലാന്റ് വെക്കാൻ പാടുള്ളൂ. ഓവറായിട്ട് വെള്ളം കെട്ടി നിൽക്കാനും പാടില്ല. പോട്ടിംഗ് മിക്സ് നല്ല ഒരു ലൂസ് ആയിട്ടുള്ള ഒരു പോട്ടിംഗ് മിക്സ് വേണം. പിന്നെ നമ്മുടെ കയ്യിൽ ഒരു പ്ലാന്റ് കിട്ടിയാൽ എത്രയും പെട്ടെന്ന് അതിൽ നിന്ന് നമ്മൾ 1-2 പുതിയ പ്ലാന്റുകൾ ഉണ്ടാക്കി വെക്കുകയും വേണം. ഏതെങ്കിലും കാരണവശാൽ നമ്മുടെ കയ്യിൽ നിന്ന് ഈ പ്ലാന്റ് നഷ്ടപ്പെട്ടു പോയാൽ നമ്മുടെ കളക്ഷനിൽ നിന്ന് തന്നെ ഈ പ്ലാന്റ് നഷ്ടപ്പെട്ടു പോകാൻ പാടില്ല. അതുകൊണ്ട് ഏതൊരു പ്ലാന്റ് കിട്ടിയാലും അതിൽ നിന്ന് നമ്മൾ 1-2 പുതിയ തൈകൾ ഉണ്ടാക്കി നമ്മുടെ കളക്ഷനിൽ ഉൾപ്പെടുത്തി വെക്കുകയും വേണം. അപ്പൊ നമ്മുടെ സ്റ്റാർ ലീഫ് ബിഗോണിയെ കുറിച്ചുള്ള വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ ആയെന്ന് കരുതുന്നു. നമ്മുടെ ഈ മനോഹരമായ സ്റ്റാർ ലീഫ് ബിഗോണിയെ കുറിച്ചുള്ള വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ആ ഇഷ്ടം എന്നെയും കൂടി ഒന്ന് അറിയിച്ചേക്ക്. എങ്ങനെ അറിയിക്കുമെന്നല്ലേ? നിങ്ങളുടെ ഇഷ്ടം ലൈക്കായും കമന്റായും ഷെയറായും അറിയിച്ചാൽ മാത്രം മതി. അപ്പോൾ ഇതിലും മനോഹരമായ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണുന്നത് വരേക്കും ബൈ ഫ്രം സിജി നിയാസ്. താങ്ക് യു ഫോർ വാച്ചിങ്.